പല സവിശേഷതകളുമുള്ള അബ്രഹാം വിശ്വാസ സമൂഹത്തിന് ഒരു റോൾ മോഡലാണ്. തൻ്റെ വിശ്വാസത്തെയും സമർപ്പണത്തെയും മാതൃകയാക്കി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ട നാം ആധുനികതയുടെ കുത്തൊഴുക്കുകളിൽ ആടിയുലഞ്ഞ് ലക്ഷ്യം തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇമാനുവൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് നിങ്ങളെ ഒരു പുനർചിന്തനത്തിലേക്ക് നയിക്കുന്നു. സാദരം വീക്ഷിച്ചാലും ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിലും ഭയാനകമായ യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കരുത്. രാവിലെ പാടാൻ വയ്യാത്തോണ്ടാ കർത്താവെ യൂട്യൂബിൽ പ്ലേ ചെയ്തത്. ഞാൻ ക്ഷമിച്ചോണേ. അതൊക്കെ കർത്താവ് ക്ഷമിച്ചത്. അച്ഛനിങ്ങോട്ടൊന്ന് വന്നേരി, സമയം പോകുന്നു. സ്വർഗത്തിലെ അപ്പച്ച ഒരു ദിനം കൂടെ തന്നനായി കോടാനും കോടി സ്തോത്രം. എല്ലാത്തിനും കർത്താവേ നീ അങ്ങ് തരണേ. മൃഗന്മാരുടെ കാവലിൽ കർത്താവേ സ്തോത്രം. കർത്താവെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവെ അങ്ങ് തരണേ. കർത്താവെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കണേ. കർത്താവെ അതല്ലടി അപ്പൊ ദൈവത്തിന്റെ കാര്യം നോക്കും. അതെ, അതൊന്നും നിങ്ങൾ ഭാരം വേണ്ട. അതൊക്കെ നമ്മുടെ പാസ്റ്റർ നോക്കിക്കോളൂ. അച്ചായ നാളെ ഞാൻ എഴുന്നേറ്റ് പോകട്ടെ. ആ എന്നാ രാമേ അങ്ങനെ ഇന്നത്തെ കോമഡി കഴിഞ്ഞു. എവിടെ തുടങ്ങിയത് പറ. ഇവർക്ക് ഒരു വെറുപ്പില്ല. എന്തിനാണോ പൈസ കൊടുത്തൂടെ ജോലി ചെയ്യിപ്പിക്കുന്നത്? അച്ചായ കൊച്ചിന്റെ കാര്യം പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? എന്തോ നമ്മുടെ കൊച്ചിന്റെ കാര്യം പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? ഓ, ആ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്. ഇന്നലെ ഞാൻ പോയിട്ട് എപ്പോഴാണ് വന്നത്? അവന്റെ പുസ്തകം തന്ന സാധനം കൈകൊണ്ട് തുറക്കുന്നില്ല. ഇവനൊരു സി എ കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ പറഞ്ഞത്, വല്ലതുമൊക്കെ നേരത്തെ അവനെ സി എ കാരനാക്കാൻ നോക്ക്. നിങ്ങള് ചുമ്മാ ഫുൾ ടൈം മൊബൈൽ നോക്കൊണ്ടിരിക്കുക. തോമസ് അല്ലേ വിളിക്കുന്നത്? ഹലോ, ആ പറയണ തോമസേ. എന്റെ പൊന്നടവേ, ഒരു പിന്നെ കളർ വന്നിട്ട് മൂടിയോ? ആ ശരി ശരി, നീ മറ്റുള്ളവരെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോകും. ആ പെട്ടെന്ന് വേണം. എന്നതാ ചായ തോമസ് പോലെ? നീ ഈ ആവശ്യത്തിനൊന്നും തലയിടാതെ ചായ എടുത്തു. ഓ, ഒന്ന് സമാധാനപ്പെടാ ചായ. അവർ കുറച്ച് കഴിയിട്ടേ വരത്തോളം. മണ്ണ് വരെ കളയാനായിരിക്കണം. എന്തായാലും ഇപ്പൊ രണ്ടോട്ടെ കൂടുതൽ ചോദിച്ചേ പറ്റുള്ളൂ. ഓ മുതലാളി മുതലാളി, ആ നിങ്ങൾ എത്തിയോ? എത്തി മുതലാളി. എത്ര നേരമായി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ അവിടുത്തെ സ്ഥിതി ഒക്കെ നോക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പെട്ടെന്നാണ്. നമ്മളവിടെ പോകുന്നു, കിണർ നോക്കുന്നു. അവിടെ കിണറില്ലല്ലോ. നമ്മളവിടെ പോകുന്നു, മണ്ണ് വരെ കളയുന്നു, കിണർ നോക്കുന്നു. ഇപ്പഴാ ശരിയാ. വാ, നിങ്ങൾ ഇതിലോട്ട് പോയില്ലേ? പെട്ടെന്ന് പോ. ഇവന്മാരെ കൊണ്ട് ഇത് അച്ഛായ കവി ന്യൂസ് പേപ്പർ ഉണ്ട്. എന്റെ കർത്താവേ, സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും പിടിഞ്ഞു. കർത്താവേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇങ്ങോട്ട് ഇരുന്ന് വേണ്ടിയാൽ ഞാൻ അങ്ങോട്ട് ഇരുന്നും വെട്ടും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, നാളെ രാത്രി നമ്മുടെ വീട്ടില്
ബൈബിൾ ക്ലാസ്. അയ്യോ, നീ എന്റെ ബൈബിൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ എവിടാ വെച്ചത്? കഴിഞ്ഞ സൺഡേ വണ്ടി നേരത്തെ എടുത്താലോ. ഓ, ഏത് നേരത്താണോ ഇവിടെ ബൈബിൾ ക്ലാസ് വന്നാൽ തോന്നിയത്? ഏറെ ഏക്കുണ്ടായിരുന്നു. അതെങ്ങനാ പാസ്റ്റർ ആരോടെങ്കിലും ചോദിക്കുമ്പോ എല്ലാരും ഉണ്ടാവില്ലേ ഇരിക്കുന്നത്? പിന്നെ അങ്ങ് ഏറ്റത്. സഭക്കാരൊക്കെ ഇങ്ങനെ വരും, അതൊന്നും കൊടുക്കാതായോ? ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ടാടി. സഭയിൽ 3-4 ആൾക്കാർക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം എന്നെ പോലെ ആകെ കിട്ടുന്നത് കുറച്ച് ഫ്രീ ടൈം. സഭയോടിറങ്ങി പോകണ്ടായിരുന്നു. ഓ, അല്ലേ മീറ്റുകളാണെന്ന് നീ ഭയങ്കര ബിസി. അല്ലാതെ നീ എപ്പോഴേ റെഡിയോ? ഓ പിന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? റെഡിയേ? ഐസക് എന്തി? അവൻ ഇതിനായിട്ട് എഴുതിയിട്ടില്ലേ? അവൻ അവിടേക്ക് ഉറങ്ങുവാനേ. ക്രിക്കറ്റിന്റെ ക്ലാസ്സിന് പോകണം, അവന് മ്യൂസിക് ക്ലാസ്സിന് പോകണം, അത് കഴിഞ്ഞ് സ്കൂളിന് പോകണമെന്ന്. എന്നതാ ചർക്ക ഇത്? അയലത്തുകാരെല്ലാം കേൾക്കുമല്ലോ. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇതെന്താത്? രാവിലെ മുതൽ ടിവിയുടെ സൗണ്ട്, രാത്രിയായ ടേപ്പ് റെക്കോർഡും. അപ്പുറത്തെ ബോർഡ് എക്സാം എഴുതുന്ന കൊച്ചിന് പഠിക്കണ്ട. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. എന്റെ കർത്താവേ, അകത്തും പുറത്തും പീഡനമാണല്ലോ. ഭയങ്കര ശല്യമാണല്ലോ അച്ചായ. എന്തായാലും എന്റെ കൊച്ചൻ കേട്ടില്ല. അവൻ വരുമ്പോ നമുക്കൊരു സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പിള്ളേരല്ലേ? അവൻ ഏതൊക്കെ ക്ലാസ്സിനാ കയറി പോകുന്നത് ആർക്കറിയാം? കഴിഞ്ഞ ദിവസം അവൻ ടീച്ചർ പറഞ്ഞു അവന്റെ മേലൊരു കണ്ണു വേണം. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട, അവനിങ്ങ വരുവന്നേ. നീ ഒറ്റ വരുത്തി അവനെ വഷളാക്കുന്നത്. അവൻ നന്നായി വളർന്ന് നമുക്കുള്ളൂ, എനിക്ക് നമ്മളെ മുഖിക്കേണ്ടി വരും. ഓ, എന്തായാലും നിങ്ങളുടെ കുട്ടൊന്നുമല്ലല്ലോ. ഇപ്പോഴും ഉൽപ്പത്തി പുസ്തകം പുതിയ നിയമത്തിലാണ് നോക്കുന്നേ. കാക്ക നിങ്ങൾ. ഇപ്പോഴാരെന്നെ വിളിക്കും? അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ നിന്റെ മകനെ എനിക്ക് വേണ്ടി സമർപ്പിക്കുക, അവനെ എന്റെ വഴികളിൽ നടത്തുക. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഇത് ഇങ്ങനെ പറഞ്ഞ ഷുഗർ മാത്രമല്ല, ജീവിതം ഉണ്ടാവണാവും. എടി, കർത്താവിന്റെ സൗണ്ട് ഞാൻ കേട്ടടി. കർത്താവ് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ മോനെ കർത്താവിന്റെ വഴിക്ക് നടത്താനാ. അതാണ് ഞാൻ പേടിച്ചത്. അവൻ പഠിച്ച സീറ്റാനൊക്കെ അകത്തുന്നത്. എന്നിട്ട് അവന് സാലറി കിട്ടുമ്പോൾ നമുക്ക് 2 മിഷൻസിന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായും ശരിയായിരിക്കും. എനിക്കൊരു ഭയം. മമ്മി, ഇനി ഞാൻ വൈകിട്ട് ലേറ്റ് ആവുക. അതെന്താ മോനെ?
ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കോണം. അവനെങ്കിൽ വരുമെന്ന് അച്ഛൻ അച്ഛനൊന്നും മിണ്ടാതിരിക്കും. നീ വിട്ടാതിരിക്കേ, നീ ഒറ്റയെടുത്ത് തന്നെ വഷളാക്കുന്നത്. എടി മടി നമുക്ക് പോകാം. നാളെ വിൽക്കണേ, അടി കൂടെ പോകട്ടെ. എന്നിട്ട് പൊയ്ക്ക് രണ്ടുപേരും. മോനെ, ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കോണം. ഇന്നിവിടെ ബൈബിൾ ക്ലാസ് ഉള്ളതാ. എന്താ ബൈബിൾ ക്ലാസ്സോ? എനിക്കൊന്നും പറ്റില്ല. വാ പപ്പ, ബൈബിൾ പഠിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അത് നിങ്ങളെ പോലെ വയസ്സന്മാർക്കുള്ള. You know, after a few days, I'll become a CA graduate. Using it ഉണ്ടെങ്കിൽ വിളിച്ചോ, I'll sing for the church. വേണമെങ്കിൽ എനിക്ക് ചർച്ചിനുള്ളിൽ മാച്ച് വരെ കളിക്കാൻ പറ്റുമല്ലോ. കണ്ടോ അച്ചായ, നമ്മുടെ മോൻ ടാലന്റഡാ, അല്ല നിങ്ങളൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മമ്മി. അതെ അതെ അതെ, നിങ്ങൾ രണ്ടെണ്ണം ഞാൻ പറയുന്നത് കേൾക്കാമോ? നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. നമുക്ക് ദൈവത്തിന്റെ പാതയിൽ നടക്കണം. ഈ പപ്പയോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ദേഷ്യം ഇപ്പൊ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. ഒരു പായുണ്ട്. ഇസഹാക്കി അപ്പന്റെ മേൽ കൈവെക്കരുത്. എന്താ എല്ലാവരും വിഷമിച്ചിരിക്കണേ? പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പാവം എടുത്ത സിസ്റ്റർ. എന്ത് പറ്റി പാസ്റ്റർ ഈ നേരത്തെ? സാറാ സിസ്റ്ററെ, ഞങ്ങൾ വൈകുന്നേരം വരാനായിരുന്നു. ബൈബിൾ ക്ലാസ് വിടാമെന്നല്ലോ. ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ സൂസി പറഞ്ഞു നമ്മൾക്ക് അവിടെ വരെ പോയിട്ട് വരാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി പാസ്റ്ററെ. എനിക്കും എൻ്റെ മകനെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് ദൈവത്തിന്റെ പാതയിൽ നടത്താൻ സാധിച്ചില്ല പാസ്റ്ററെ. ഞാൻ എൻ്റെ ലാഭം നോക്കി പ്രവർത്തിച്ചു. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, praise God, amen, amen, hallelujah, amen, amen, amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ നാമത്തിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.